സോ ഹേ ഗൈസ്, പുതിയൊരു വെൽക്കം ബാക്ക് ടു ബദർ ഗ്രേസ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഡിഫൻഡർ ഇത് നിങ്ങൾക്ക് ഉണ്ടായി. ഇത് പുതിയ ഡിഫൻഡറാണ്. അന്ന് നമ്മുടെ ഡിഫൻഡർ ഇത് കത്തി കളഞ്ഞായിരുന്നു. ആരാന്ന് എനിക്ക് അറിഞ്ഞുള്ള കേസൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു നമ്മൾ ഡിഫൻഡർക്ക്. ഇത് പുതിയ ഡിഫൻഡർ കേസ്. ആ ഡിഫൻഡർ പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ ഞങ്ങളത് റിപ്പയറൊന്നും ചെയ്യാൻ കൊടുത്തില്ല. അത് നേരെ തത്തു എൻ്റെ പണി എടുത്ത്. പിന്നെ നമ്മുടെ ഈ ഒരു ലംബോർഗിനി ഉറൂസുകൾ കണ്ട ഇത് നമുക്കില്ലേ ഒന്ന് മാറ്റണം ഗൈസ്. ഓക്കെ, ഈ ഒരു ഇത് മാറ്റണം നമുക്ക്. ഈ ഒരു ലംബോർഗിനി ഈ ബൈക്കുകളൊന്നും നോക്കണ്ട, ഇവിടുന്ന് മാറ്റണം എന്തായാലും. കാരണം എനിക്ക് ഈ ഒരു വണ്ടി എനിക്കെന്തോ ഗിഫ്റ്റായിട്ട് എന്തോ കിട്ടിയതാണ്. ഈ ഒരു വണ്ടി മാറ്റിയിട്ട് എനിക്ക് മസ്റ്റാഗോ വല്ല ബുഗാട്ടിയോ വല്ല ലംബോർഗിനിയോ വല്ലതും മേടിക്കണം. ഓക്കെ, ലംബോർഗിനി ഉണ്ട് എന്തായാലും. നോക്കട്ടെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. എന്തിനാണെന്നറിയോ, അന്ന് നമ്മുടെ BMW പോയില്ലേ, അതിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അളിയാ ഗൈസ്, അതിനകത്ത് എത്ര കള്ളന്മാരെ നോക്കിയാൽ കിടക്കുന്നത് ബ്രോ. സമ്മേളനാ എൻ്റെ അളിയാ. സോറി സാറേ, ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഞാൻ പോട്ടെ. ഗൈസ്, എത്ര സമ്മേളനം കണക്കുന്നു എൻ്റെ പൊന്നിനകത്ത് ആരെങ്കിലാണോടാ എൻ്റെ ആ BMW പൊട്ടിച്ചത്, പിന്നെ എൻ്റെ ഡിഫൻഡർ പൊട്ടിച്ചളഞ്ഞത്. ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒരു റിപ്പോർട്ട് കൊടുക്കാം. സാർ, ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ പോണേ. ഓക്കെ, റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി ആക്കാം. നമ്മൾ റിപ്പോർട്ട് ഉണ്ട്. പോലീസുകാരാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അവർ കണ്ടുപിടിച്ചോളെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു പുതിയ വണ്ടി മേടിക്കാം. കാരണം ആ BMW പോയതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെ നമ്മൾ പുതിയൊരു വണ്ടി മേടിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്കിപ്പോൾ എവിടെ ആയിരുന്നു ആ സ്ഥലം? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു സ്ഥലത്ത് വന്നു. ഗൈസ്, ഇവിടെ ആയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ BMW കളഞ്ഞു പോയ സ്ഥലം ഇവിടെ. ഗൈസ്, നമ്മൾ വണ്ടിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരുണ്ടോ? ഓ, ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലോ. ചേട്ടാ, ഈ ചേട്ടൻ്റെ ഓണർ എന്തിയേ? ഓണർ അകത്തുണ്ട്, വെയിറ്റ് ചെയ്യും. ഇവിടെ വണ്ടി വാങ്ങാനാണോ? ആ ചേട്ടാ, ഞാൻ വണ്ടി വാങ്ങാനാണ്. എന്നാൽ വെയിറ്റ് ചെയ്യാം അവിടെ, അങ്ങനെ മാറിക്ക്. ഞാൻ മാറിയൊക്കെ എന്നാളാ, മിണ്ടായിരിക്കും. അയ്യോ സോറി, മിണ്ടായിരിക്കല്ലേ പറഞ്ഞു. ഗൈസ്, ഞാൻ എന്ത് ഷോയാ ഗൈസ് ഇവർക്ക്. അയ്യോ, തലടിച്ചു വീണു. അയാൾ പ്രാഗിയെന്ന് തോന്നുന്നു. ലോ വണ്ടിയൊക്കെ സുഖം. ഡേ ആരോ? സോറി, മാനേജർ വന്ന ഗൈസ്. കൊടുത്ത ആളോ മറ്റേ ആളോ അയാളെ ഗൈസ്. ഓക്കെ, ഇയാളെപ്പോഴും മാനേജർ. സാറേ, ഞാൻ വണ്ടി നോക്കാൻ വന്നായിരുന്നു. ഗൈസോ സോറി. ഗൈസോ, ഏത് വണ്ടിയാണ് നോക്കാൻ വന്നത്? ഏതെങ്കിലും ഒരു വണ്ടി നോക്കാൻ വന്നേ. ഏത് വണ്ടിയാണ് നോക്കാൻ വന്നത്? ഞാൻ ഇവിടെ വണ്ടി ഇപ്പോൾ എടുക്കാൻ വന്നേ. പിന്നെ നിൻ്റെ ബാക്കിൽ എന്തോ വണ്ടി അല്ലാതെ ഉണ്ടാടാ കിടക്കുന്നത്. സാറിങ്ങനെ ദേഷ്യപ്പെടാതെ, എനിക്ക് വണ്ടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു പുതിയ വണ്ടി എടുക്കാൻ വന്നേ. ശരി, ഏത് വണ്ടി എടുക്കേണ്ടത്? നിങ്ങളെ കണ്ട ഒരു പരിചയം ഉണ്ടോ പോലെ തോന്നല്ലോ. എന്നെ പരിചയം? ഞാൻ ഇവിടെ നിന്നില്ലായിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ ഈ ലോകത്ത് തന്നെ ഇപ്പോൾ ഇല്ലായിരുന്നു. സോറി. എന്നാലും നിങ്ങളൊരു പരിചയം ഉണ്ടല്ലോ. ഞാനിങ്ങനെ വരാറൊന്നുമില്ല. എൻ്റെ സ്റ്റാഫിനെയാണ് ഞാൻ ഏൽപ്പിക്കാറുള്ളത്. ഇന്ന ചുമ്മാ അവിടെ പോയപ്പോൾ ഞാൻ വന്നേന്നുള്ളൂ. ശരി. ബൈ ദ വേ, നിങ്ങൾ എന്ത് കാറാണ് എടുക്കാൻ വന്നത്? സാറേ, ഞാനിവിടെ ഒരു വലിയൊരു സൂപ്പർ കാർ വല്ലതും അടിക്കാൻ വന്ന് നോക്കട്ട്. എന്നാൽ പോയി എടുക്കും, ഞാൻ ഇപ്പം കൊണ്ട് തരാം. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്യും. ഫോൺ വല്ലതും കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, എടാ എടുക്ക്. ശരി സാറേ. നമുക്ക് ഇവിടെ വല്ല ഭിത്തി വല്ല ഫോൺ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, സാറ് വന്നു. എൻ്റെ ആള് ഇത്രയും വണ്ടികളോ? അയാൾ ഇത്ര വണ്ടികൾ കേട്ടാ. ഇത് മൊട്ടയാണോടെ ഇടാൻ ഇത്രയും വണ്ടികളിടാൻ? ഇതാടാ വണ്ടി, എടുക്ക്. ഗൈസ്, ഇയാളെങ്ങനെ ഗൈസ് ഇത്രയും പാതിലൊരു കോഴിയാണ് ഇയാൾ. മാനേജറിനെല്ലാം പറഞ്ഞോണ്ടല്ലോ. അയ്യോ സോറി, ഞാൻ പോയി ഇത് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും സാറേ ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കോട്ടെ. ഇവിടെ നോക്കിക്കോ, ഇവിടെ വെളിയിലൊക്കെ നോക്കാം. ഓക്കെ, ഇല്ല പക്ഷെ ഞങ്ങൾ വെളിയിലോട്ടൊക്കെ അങ്ങൊക്കെ പോകണം. ദൂരെ പോകണമെങ്കിൽ ഞങ്ങൾ വരണം. കുഴപ്പമില്ല. ഓക്കെ, ഇവർ എന്തൊക്കെയോ ആർമീസിന് സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യും. എന്തായാലും ഇവർ പതുക്കെ. എൻ്റെ BMW ഒന്ന് സീന. പക്ഷെ എനിക്ക് ഈ BMW വേണ്ട, കാരണം എൻ്റെ ഓൾറെഡി BMW ഉണ്ട്. പക്ഷേ BMW സോറി ബുഗാട്ടി. പക്ഷേ ഗൈസ്, എനിക്കിത് വേണ്ട. ഞാൻ ചുമ്മാ പൈസ വേസ്റ്റ് ചെയ്തില്ല ഗൈസ്. അങ്ങനെ ഒരു അഹങ്കാരമില്ല. ഇത്രയും റിച്ച് ആണെങ്കിലും ചുമ്മാ പൈസ വേസ്റ്റില്ല.
ഗൈസ് ഇത് എൻ്റെ BMW പോലെ തോന്നുന്നില്ലേ? എൻ്റെ BMW ചാൻസ് ഉണ്ടല്ലേ? ഇല്ല എനിക്ക് തോന്നുന്നില്ല ഗൈസ് എൻ്റെ BMW അല്ല. ഗൈസ് മസ്റ്റാങ് അല്ലേ ഇത്?